വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്കൂളിൽ സെലക്ട് ആയിട്ടുണ്ട് ഹെൽത്ത് ബ്രിഗേഡിയേഴ്സിൻ്റെ ഈ പ്രോജക്റ്റിൽ. അപ്പോൾ അതിലൊന്ന് നമ്മുടെ സ്കൂളും സെലക്ട് ആയിട്ടുണ്ട്. സെലക്റ്റഡ് കാഡറ്റ്സാണ് അപ്പോൾ ഇതിലുള്ളതും. അപ്പോൾ നമ്മൾ ഈ ഓർഗനൈസേഷൻ മെയിനായിട്ട് ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രൈമറി ആയിട്ട് ഫസ്റ്റ് എയ്ഡ് കുറേ ആൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയൊരു അപകടം പറ്റിയാൽ തന്നെ ആ ഫസ്റ്റ് എയ്ഡ് അറിയാത്തതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ ഫസ്റ്റ് എയ്ഡ് ആ മനുഷ്യർക്ക് അപകടപ്പെട്ട ആ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ യൂത്തിന് അത് അത്ര വലിയ അറിവില്ല. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം പഠിച്ചുകൊണ്ട് ഒരു യൂത്തിന് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള ബ്രിഗേഡിയേഴ്സ് ഇപ്പോൾ കുറച്ച് പ്രൈമറി ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പോവുകയാണ്. നമ്മളിവിടെ പറയാൻ പോകുന്നത് പാമ്പ് കടിയേറ്റ് എന്ത് ചെയ്യാന്നാണ്. അപ്പോൾ ഇപ്പൊ നമ്മളെ മഴക്കാലത്ത് കൂടി വരുന്ന സംഭവമാണ് പാമ്പ് കടിയേറ്റിട്ട് മരണപ്പെടുന്നത്. അത് പലർക്കും ആ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കണം, എന്തിനു കൊടുക്കണം എന്നുള്ള അറിയാത്തൊരവസ്ഥയാണ് ഈ മരണത്തിലേക്ക് പോകുന്നത്. അപ്പൊ മഴക്കാലാവുമ്പോൾ പാമ്പ് വരുകയും അതിനെ കൂട്ടുകയും വീട്ടിന്റെ അകത്ത് വരെ നമുക്കിപ്പോ പാമ്പിനെ അതിരൂക്ഷമായിട്ട് കാണാൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പം പണ്ട് മുതലേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പാമ്പ് കടിച്ച സ്ഥലത്തെ ചോര സക്ക് ചെയ്തിട്ട് നമ്മൾ തുപ്പിക്കളയുന്നത്. അപ്പം അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് പാമ്പ് കടിയേറ്റ ആൾക്കും കൂടെ തന്നെ ആ രക്തം സക്ക് ചെയ്താക്കും വൈറസ് വരെ ആയിട്ട് മരണത്തിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ടുവരുന്ന ഇതാണ് പാമ്പ് കടിയേറ്റ ഭാഗം തുണി കൊണ്ട് വെച്ച് കെട്ടുന്നത്. അങ്ങനെ കെട്ടുന്നതിലൂടെ പാമ്പിന്റെ വിഷം അവിടെ കട്ടപിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തുണി ഊട്ടുമ്പോൾ ആ വിഷം ശരീരമാകെ വ്യാപിക്കാൻ അത് കാരണമാകുന്നു. അതിനാൽ പെട്ടെന്ന് തന്നെ അങ്ങനെ കെട്ടാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ പാമ്പ് കടിയേറ്റ ആളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ സാധാരണ രാത്രി ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ തൊണ്ടക്കൂടുന്നതാണ്. അപ്പോൾ സാധാരണ എല്ലാവരും സാധാരണ ചെയ്യുന്നത് തലക്കടിക്കലാണ്. അപ്പോൾ അതെന്താണല്ലോ പണ്ട് പോലെ എല്ലാവരും അങ്ങനെ ചെയ്ത് വരുന്നത്. അപ്പോൾ അത് ചെയ്തൊരു കാര്യമില്ല, നോ യൂസ് ആണ്. അപ്പോൾ ശരിക്കും തൊണ്ടക്കുടുങ്ങിയ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊണ്ടക്കുടുങ്ങിയ ഒരാൾ അയാളെ ഇങ്ങനെ നിർത്തി നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് പാമ്പടക്കിയിട്ട് അബ്ഡോമിനൽ എടുത്ത് വെക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പുഷ് ചെയ്യും. എന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കടുത്ത് വെച്ചിട്ട് വീടിയായി പുറത്ത് നമ്മൾ തട്ടാം. അധികം പറഞ്ഞ 5 times തട്ടാം. ഇതാണ് നമ്മൾ നോർമലായിട്ടൊരു അഡൽട്ട് ഒരു ആളെ തൊണ്ടക്കുടുങ്ങിയ ആളെ ചെയ്യണം. പിന്നെ നമ്മൾ ചെറിയ കുട്ടിയാണ്, ഇപ്പോൾ നമ്മൾ ജനിച്ചോടുള്ള ചെറിയ കുട്ടിയൊക്കെ അധികം ബോൺസ് ഒന്നും പവറില്ലാത്ത കുട്ടിയൊക്കെ ഇങ്ങനെ അടിച്ചാൽ അവരെ എല്ലാം ചെറുപ്പം. അപ്പോൾ അവരെ ചെയ്തെന്ന് വെച്ചാൽ അവർ ഈ 3 വിരൽ വെച്ചിട്ട് അവരെ മൗത്ത് ഇങ്ങനെ വെക്കും. ഇത് അവരെ നമ്മളെ കൈ ഇത്ര ഉണ്ടല്ലോ അവരെ. അപ്പോൾ അവരെ ഇങ്ങനെ കടത്തിയതിന് ശേഷം അവരെ ഈ 2 ഫിംഗർ വെച്ച് അവരെ പുറത്ത് നമ്മൾ മെല്ലെ ഒരു 5 വട്ടം പുഷ് ചെയ്യും. മെല്ലെ അടിക്കരുത്, കുട്ടിയാണ് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ എന്ത് വരും. എന്നിട്ട് ഒന്നും നടന്നിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല, നേരെ ഹോസ്പിറ്റലിൽ. നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പത്രങ്ങളിലും ടി വിയിലും എല്ലാം കാണുന്ന ഒരു കാര്യമാണ് പൊള്ളലേൽക്കുക എന്നത്. പലരും കുട്ടികളെല്ലാം പാരൻസ് ഇല്ലാത്തരം കിച്ചണിൽ കയറിയിട്ട് ഫുഡാക്കും. അപ്പം പൊള്ളലേൽക്കുന്നതും പാരൻസിനായാലും പൊള്ളലേൽക്കുന്നത്. അപ്പം പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് പേസ്റ്റ് തടവുക എന്നത്. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്നതാണ് ഐസ് പാക്ക് വെക്കുന്നത്. പേസ്റ്റ് വെക്കുന്നത് ഐസ് പാക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിന് പകരം ആ പൊള്ളിയ ഭാഗത്തെ തുണിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എടുത്ത് കളയുക. പിന്നെ പൈപ്പിൽ ഫ്ലോയിങ് വാട്ടറിൽ കാണിക്കുക. എന്നിട്ട് നീറ്റിലുണ്ടെങ്കിൽ ഉടനെ തന്നെ മഴക്കാലങ്ങളിലാണ് പൊതുവായി വെള്ളത്തിലൂടെയും ഒക്കെയാണ് മെയിനായിട്ട് വരുന്നത്. നമ്മൾ കുടിച്ച കാലിനെ തിരിച്ച് ഉണക്കി അവിടെ തൊട്ട് അവിടെ ഷോക്ക് അടിക്കാറുണ്ട്. അവിടെ ഷോക്ക് അടിക്കുന്നവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഒരാൾക്കിപ്പോൾ ഷോക്ക് അടിക്കുമ്പോൾ നമ്മൾ നോൺ കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചാണ് അയാളെ തള്ളി മാറ്റേണ്ടത്. കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചാൽ നമുക്ക് വരെ ഷോക്ക് അടിക്കാം. നമ്മൾ അവരെ നേരിട്ട് തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കും, നമ്മൾക്ക് മരണം സാധിക്കും. അപ്പോൾ നമ്മൾ കഴിയുന്നത് നോൺ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ വുഡ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അയാളെ മാറ്റാം. എനിക്ക് വേറെ കാണുന്നത് പ്ലഗ് പോയിന്റ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ആദ്യം പ്ലഗ് പോയിന്റ് എടുത്താൽ
കൊടുത്താൽ സ്പാർക്ക് ഉണ്ടാവും, നമുക്ക് ആ സമയത്ത് ഷോക്ക് എടുക്കണം. ഈ 3 രീതിയിൽ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കാൻ സാധിക്കും, മരണം വരെ പോകാൻ സാധിക്കും. അപ്പോൾ ബോധരഹിതരായി ഇരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഫസ്റ്റ് എയ്ഡ് കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ആളുകൾ ചെയ്യാറുള്ളത് മുഖത്ത് വെള്ളം തട്ടി എഴുതുക ചെയ്യുക, അല്ലെങ്കിൽ തട്ടി എഴുതുക ചെയ്യുക. അത് തെറ്റായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അതിനുപരി നമുക്ക് വേറെ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കും. ABC എന്ന ഈ 3 കാര്യമാണ് എല്ലാവരും തലചുറ്റി വീണാൽ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എയർവേ, ഈ ബ്രീത്തിങ്, സി സർക്കുലേഷൻ. ഈ 3 കാര്യങ്ങൾ നോക്കിയതിന് ശേഷമേ ആളെ തട്ടി ഉണർത്താനോ അല്ലെങ്കിൽ വെള്ളം കഴിക്കാനോ ചെയ്യാൻ പാടുള്ളൂ. എയർവേ എന്ന് വെച്ചാൽ ആൾക്ക് പൾസ് നോക്കിയാൽ കിട്ടണമെന്നില്ല. അതിന് പകരം ഈസോഫേഗസിന്റെ സൈഡിലായിട്ട് കൈ വെച്ചിട്ട് ആൾക്ക് പൾസ് ഉണ്ടോ നോക്കാം. എന്നിട്ട് ബ്രീത്തിങ് നോക്കാം. ബ്രീത്തിങ് ഇല്ലെങ്കിൽ